6 മാസമായി അന്വേഷിക്കുന്നു. ഒരു മന്ത്രിയും വലയിൽ വീഴുന്നില്ല. ആ പെൺപിള്ളേരുള്ള മന്ത്രിമാര് കുറവാണ്. ഇപ്പൊ നമ്മുടെ MLA കുഞ്ഞിക്കണ്ണൻ അടുത്ത് തന്നെ മന്ത്രിയാകാൻ പോകുന്നെന്ന് കേട്ടു. അയാൾക്കൊരു മകളുണ്ട്. MAക്ക് പഠിക്കുക. ഞാൻ ആളെ വിട്ടിട്ടുണ്ട് നമ്മുടെ ശിവദാസിന് വേണ്ടി അന്വേഷിക്കാൻ. അത് ഞാൻ നടത്തും. കുട്ടി സുന്ദരിയാണോ അച്ഛ? കുട്ടിയുടെ സൗന്ദര്യം ആരും നോക്കുന്നു? നില നോക്കിയാ പോരെ? അത് പോരാ. അത് മതി, ഞാൻ നോക്കിക്കോളാം. ഇനി എന്റെ അനുവിന്റെ ഇൻകം ടാക്സും കൂടി ശരിയായാ മതി. അതിന് ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ഇവിടെ എല്ലാം ആയി. വാ 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 വാ, ഡോക്ടർ മോനിങ് വാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഓപ്പറേഷൻ വല്ലതും ഉണ്ടായിരുന്നോ ഇന്ന്? ഇല്ല. അപ്പൊ നാളെ നമുക്ക് ആ MLA കുഞ്ഞിക്കണ്ണന്റെ വീട് വരെ ഒന്ന് പോണം. എന്തിനാ വിളിച്ച? നിന്നോടല്ല, ഇവനോട്. എന്തിനാ? പെണ്ണ് കാണാൻ. അച്ഛൻ ഞാനും വരാം. ഞാൻ കണ്ടിട്ട് തീരുമാനിച്ചാ മതി. ആട്ടെ, നീയും പോര്. എന്താ ഒന്നും മിണ്ടാത്തത്? പെണ്ണ് കാണാൻ വരാൻ പേടിയാണോ? പിന്നെ എന്താ അങ്ങോട്ട് പറയൂ. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. ആരോട് ചോദിച്ചിട്ടാ പെണ്ണിനെ സ്നേഹിച്ചു? എടാ, നിന്നോട് ഞാനാണ് ചോദിച്ചത്. ആരോട് ചോദിച്ചിട്ട് സ്നേഹിച്ചു? ആരോട് ചോദിച്ചില്ല. പിന്നെ വലിയച്ഛൻ സാധാരണ അച്ഛന്മാരോട് ചോദിച്ചിട്ടാണോ മക്കൾ പെൺകുട്ടികളെ സ്നേഹിക്കാറ്? ആരാടാ അച്ഛന്മാർ? എനിക്ക് ഒറ്റ മകനേ ഉള്ളൂ, അവന് ഒറ്റ തന്തയുള്ളൂ. എന്റെ മകൻ എന്നോട് ചോദിച്ചിട്ടേ ആരെയും സ്നേഹിക്കാവൂ. ആട്ടെ, ആരാടാ പെണ്ണ്? എടാ, ആരാടാ പെണ്ണ്? വല്യച്ഛ സമാധാനിക്കുന്നു. ഞാൻ ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കാം. ആരാണ് ആ പെണ്ണ്? പെണ്ണ് ഏതാണ്? മന്ത്രി ചന്ദ്രശേഖരന്റെ മകൻ. മന്ത്രി ചന്ദ്രശേഖരന്റെ മോളോ? എന്റെ മോനെ, എന്റെ ഡോക്ടർ മോനെ, എന്റെ മോന് തെറ്റുപറ്റില്ല. എടി മോളെ, എന്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവൻ മന്ത്രിയുടെ മോളെ സ്നേഹിച്ചു. മോനെ, ഇവിടെ വാ. എടാ, നീ അവളെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവള് നിന്നെയും സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ പെൺപിള്ളേരാ. വിളിച്ച അത് ഇവര് തമ്മിൽ ഒരിക്കലും പിരിയാത്ത മാതിരി സ്നേഹിച്ചു പോയി. പറയാനൊരു മടി. എന്തിനാടാ ഈ കാര്യങ്ങളൊക്കെ പറയാൻ മടിക്കുന്നത്? എന്നാ പിന്നെ ലജ്ജോണ്ടായിരിക്കും. അവന്റെ ഒരു ലജ്ജ. ദാസേട്ടാ, എനിക്ക് അവരൊന്ന് കാണാൻ തിടുക്കമായി. മോനൊരു കാര്യം ചെയ്യും, നാളെ തന്നെ പോയിട്ട് അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവാ. എനിക്ക് എന്റെ മരുമകളെ ഒന്ന് കാണണം. എന്താണ് നോക്കി നിൽക്കണേ? നാളെ തന്നെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറയൂ. എന്ത്? മന്ത്രിയുടെ മകളോ? അതെ. ഞാനോ? അതെ. നുണ പറയാൻ എന്നെ കിട്ടില്ല. ഞാൻ ഒരു കല്യാണം നടത്തി കിട്ടാൻ 1000 നുണ പറയാം എന്ന് വകുപ്പുണ്ട് കുട്ടി. എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ വകുപ്പൊന്നും. കുടുങ്ങല ഞാനായിരിക്കും. എന്റെ നീ മന്ത്രിയുടെ മകളായി വീട്ടിൽ വന്നില്ലെങ്കിൽ കുടുങ്ങുന്ന ഞാനായിരിക്കും. പ്ലീസ്. അവരാരെങ്കിലും ആശുപത്രി വന്ന് എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ? അവരാരും ആശുപത്രിയിൽ വരാറില്ലല്ലോ. അവർക്ക് തന്നെ വല്ല അസുഖം വന്നാ വേറെ വല്ല നല്ല ആശുപത്രിയും പോകാൻ പതിവ് വരില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വിഡ്ഢിവേഷം കേട്ടാൻ ഞാനില്ല. നോക്കിക്കാൻ അവളെ പോയി പുരിയിടും. അങ്ങോട്ട് ചെല്ലിടും. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വരില്ല. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വരില്ല. അയ്യോ, എന്നെ വിടൂ. എന്നെ വിടൂ.
അവരെ ഇനിയും കണ്ടില്ലല്ലോ. 10 മണിക്ക് വരാനല്ലോ വലിയ പറഞ്ഞത്. എന്നാ ഇനി 5 മിനിറ്റ് ഉണ്ട്. ഗോമതി, എല്ലാം റെഡിയല്ലേ? നീ ഇവിടെ വന്നൊക്കെ എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡി. സ്റ്റേറ്റുകാരെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നോടാ മോനെ. ചേച്ചിയാരൊന്നും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അതൊന്നും വേണ്ട. നല്ല ഗുരുത്തുള്ള ഇത് എന്റെ ഇളയ മകള് അനുരാധ, കോളേജിൽ പഠിക്കുക. ഹലോ, ഞാൻ എന്റെ ഫ്രണ്ട് മിനി. എന്താ പേര്? എന്താ പേര്? സുശീല. സുശീല പേര് പോലെ തന്നെയാണ്. ഇതെന്റെ മൂത്ത മകള് കുഞ്ഞുണ്ണിയുടെ ഭാര്യ. കുഞ്ഞുണ്ണി പോലീസിലാ, സർക്കിൾ ഉദ്യോഗായിട്ടും സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ടെന്നും പറഞ്ഞ് ഒരൊറ്റ ഇരിപ്പാണ്. കുട്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മന്ത്രിക്ക് എസ്കോർട്ട് പോയപ്പോഴായിരിക്കും. ആയിരിക്കും. ഇവൻ പ്രസിദ്ധ വക്കീൽ, എന്റെ അനിയന്റെ മകനും. നമസ്കാരം. എടുത്ത തീരാത്ത അത്ര കേസാ. പാവം, കേസ് വാദിച്ച് ക്ഷീണിച്ചു. ഇവൻ എന്റെ ഗുമസ്തിയാണ്, ഭാര്യയും കൂടിയാണ്. മുഖം അങ്ങോട്ട് മാറ്റണം. സോറി വെളിച്ചൻ. പേര് ഗോമതി. ഗോമതി, നമസ്കാരം പറയൂ. നമസ്കാരം. വെരി ഗുഡ്. അച്ഛൻ ഇപ്പോൾ ഏത് വകുപ്പ് മന്ത്രിയാ? എല്ലാ വകുപ്പുണ്ട്. എല്ലാ വകുപ്പും? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? അയ്യോ അച്ഛാ, എല്ലാ വകുപ്പുകളെ പറ്റി മുഖ്യമന്ത്രി ഇവളുടെ ഡാഡിയോട് അന്വേഷിക്കുമെന്ന് സൂചിപ്പിച്ചതാണ്. അല്ല, മന്ത്രി ചന്ദ്രശേഖരൻ പ്രധാനമായും ധനകാര്യ വകുപ്പല്ലേ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഓ, ധനകാര്യം. മന്ത്രിക്ക് നിങ്ങൾ എത്ര പേരാ? അതെത്ര പേരാ? ഒരാണും ഒരു പെണ്ണും. എന്താ ഉഷ്ണിക്കുന്നുണ്ടോ? കാണും. വീട് ഏസിയല്ലേ? ഇവിടെ 4 റൂം ഏസിയാണ്. അനു, എന്റെ മോളെ ഏസി കൊണ്ടിരുത്തു. കണ്ടോ, വേർക്കുന്നു. സമയായി, ഞാൻ പോട്ടെ. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിയോ? അച്ഛാ, മന്ത്രി വീട്ടിലൊരു ഡ്യൂട്ടി കൊടുക്കും, അതാണ് പറഞ്ഞത്. ചില ഫയൽസൊക്കെ നോക്കാനുണ്ടാവും. മകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയായിരിക്കും. ഏതായാലും സാവകാശം ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. അച്ഛാ, മന്ത്രി അന്വേഷിക്കും. അന്വേഷിക്കട്ടെ. അനു, മോളെ ഏസിലേക്ക് കുഞ്ഞുണ്ണി. എന്തോ? എങ്ങനെ? കൊള്ളാം. ഭവതി, നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, മന്ത്രിയുമായി ഒന്ന് ബന്ധപ്പെടട്ടെ, എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആദ്യം സർക്കാരിന്റെ കാര്യത്തെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. നീ പോടാ അവിടെ. അടുത്ത വർഷം ഈ ദിവസം എന്റെ കുഞ്ഞിന് DIG ആയിരിക്കും. ഈ നാട്ടുകാർ കാണാത്ത വിധത്തിലുള്ള കല്യാണം ഞാൻ നടത്തും. 10-40 സ്റ്റേറ്റുകാർ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വന്ന് നിൽക്കും. അതെ, ഈ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്റെ വെല്ലത്തിന്റെ സൗടി. ആഹാരമൊക്കെ ഇഷ്ടപ്പെട്ട മോളെ. അതെ, ആ ബ്രൂട്ട് സാലഡ് എങ്ങനെ? നേരം വളരെ വൈകി, എനിക്ക് പോണം. ഡാഡി അന്വേഷിക്കും. മന്ത്രി, ഞാൻ വിളിച്ച് പറയാം. ആ ഫോൺ നമ്പർ എത്ര? ഫോൺ നമ്പർ എത്രയാ? അതല്ല, ഇങ്ങോട്ട് വരുന്നത് മന്ത്രി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലേ? സമയം വരുമ്പോ പറയാമെന്ന് കരുതി. എന്നാ ഇപ്പൊ പറയണ്ട, സമയം വരുമ്പോ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഒരു പാട്ട് പാടാൻ പറയച്ച. നന്നായി പാടാൻ ഡാൻസ് ചെയ്യാനും അറിയാം. എങ്കിൽ പാട്ട് പാടിയേ പറ്റൂ. അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. അച്ഛാ, ഇനി ഒരിക്കലാവട്ടെ അച്ഛാ. എടാ, നിന്നോടല്ലടാ പാടാൻ പറഞ്ഞത്, ഞാൻ എന്റെ മോളോടാ. എനിക്കറിയില്ല. അത് വെറുതെ ഒരേ ഒരു പാട്ട്. എന്താണ് ഇത്? എല്ലാവരും കൂടി അവളെ ബുദ്ധിമുട്ടിക്കല്ലേ, അവള് പാടും. മക്കളെ, നിങ്ങൾ പോയി പാടാനുള്ള ആയുധങ്ങളെല്ലാം എടുത്തോണ്ട്. ഞാൻ പറഞ്ഞാൽ എന്റെ മോള് പാടും, അതെനിക്കറിയാം.